ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:29. അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയായപ്പോൾ അവരവനെ കുരിശിൽ നിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. നമ്മളെക്കുറിച്ച് എഴുതപ്പെട്ട ചില ദൈവിക ദർശനങ്ങളുണ്ട്. നിന്നിൽ പൂർത്തിയാകേണ്ട ചില ദൈവിക കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയാകുവോളം നീ കുരിശിലാണ്, നീ സഹനത്തിലാണ്. ഈ പിടച്ചിലും ഈ ഭാരവും നീ സഹിച്ചേ പറ്റൂ. പ്രണയിനിയെ കെട്ടിപ്പിടിച്ചാൽ എന്നവണ്ണം നിൻ്റെ ഭാരങ്ങളെയും ദുഃഖങ്ങളെയും കെട്ടിപ്പുണർന്നേ പറ്റൂ. അതിന് വിടുതലില്ല. എന്നാൽ നിന്നെക്കുറിച്ച് എഴുതപ്പെട്ട വലിയ കാര്യങ്ങളുണ്ട് കുഞ്ഞെ. നിന്നെക്കുറിച്ച് ചില വലിയ കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് മനുഷ്യനല്ല, ശത്രുവല്ല, നിന്റെ നാശം കാണാൻ കൊതിക്കുന്നവനല്ല, ദൈവമാണ് എഴുതിയിരിക്കുന്നത്. ആ ദൈവം എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാകുവോളം നീ കുരിശിൽ ചക്രശ്വാസം വലിക്കും. പക്ഷേ ഇതല്ല നിൻ്റെ അവസാനം. നിന്നെ കുരിശിൽ നിന്ന് താഴെ ഇറക്കും, കല്ലറയിൽ സംസ്കരിക്കും. അവിടെ നിന്നൊരു തിരിച്ചുവരവുണ്ട്. നിൻ്റെ ആയുസ് ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നത് പച്ചപരമാർത്ഥമാണ്. കെട്ടിപ്പൂട്ടി അടച്ച് നിന്നെ സീൽ ചെയ്ത് ഉടച്ചു തകർത്തു എന്ന് കരുതുന്ന മനുഷ്യരുടെ മുമ്പിൽ നീ ഉദയം പോലെ തിരിച്ചു വരും. നിന്നെ കുരിശിൽ നിന്ന് അവർ തന്നെ താഴെ ഇറക്കും. അതിൻ്റെ പിന്നിൽ നീ അറിഞ്ഞിരിക്കണം, നിന്നെക്കുറിച്ച് എഴുതപ്പെട്ടത് അപ്പോൾ പൂർത്തിയായിരിക്കും. ഇങ്ങനെ നമ്മെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് ഈ ജീവിതത്തിലും പരലോകത്തിലും സന്തോഷിക്കാൻ അസുലഭമായ പ്രത്യാശ കൊണ്ട് കർത്താവ് നമ്മെ മുദ്രവയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.